ആശാ വർക്കർമാരെ CITU നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിക്കുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CITU നടത്തുന്ന സമരവുമായി ആശാ വർക്കർമാർക്ക് ഒന്നിച്ചു പോകാൻ താൽപര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാമെന്നും പ്രതികരണം. അതേസമയം സമരം തകർക്കാനായിട്ട് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് CITU പ്രവർത്തകർ ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തിയതെന്ന് ആശാ വർക്കർമാരുടെ സമരസമിതി. എന്ത് ഭീഷണി വന്നാലും സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നും സമരസമിതി അറിയിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ വീട്ടിൽ കയറിയ CITU നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്നുവെന്ന് LDF മുന്നണി നേതാവ് TP രാമകൃഷ്ണൻ. ആരോപണം ഞാൻ നിഷേധിക്കാം. CITU അങ്ങനെ ഒരു നിലപാടില്ല. ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടവരാണ്. തൊഴിൽ ചെയ്യുന്നവർ ആ ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് പല തലങ്ങളിലും. ആ പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ CITU ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അവരെ മോശമാവുക, അവരെ ഭീഷണിപ്പെടുത്തുക എന്ന നിലപാടൊന്നും CITU സ്വീകരിക്കുന്നില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. സമരം തുടങ്ങിയ സമയം മുതൽ CPM CITU നേതാക്കന്മാർ ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സമരത്തിൽ നിന്ന് മാറാനായിട്ടുള്ള ഭീഷണികളായിട്ട് മാത്രമേ ഇതിനെ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. എന്ത് സംഭവിച്ചാലും അനിശ്ചിതകാല സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സമരസമിതിയും വ്യക്തമാക്കി. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മളുടെ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ 18 ദിവസമായി നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വളരെ സമാധാനപരമായിട്ടാണ് സമരം നടത്തുന്നത്. പക്ഷേ നമ്മൾ ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ഡിമാൻഡ് നേടിയെടുത്തേ പോകത്തുള്ളൂ. അതേസമയം ആശാ വർക്കർമാരുടെ സമരത്തിന് ബദൽ സമരവുമായി CITU നാളെ AGS ഓഫീസിന് മുന്നിൽ സമരം നടത്തും. സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരം തകർക്കാനായിട്ടുള്ള നീക്കമെന്നാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.